1 ലക്ഷം രൂപ എടുത്തോണ്ട് വെക്കോ. 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപയ്ക്ക് ഒരു സീറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് 7 ലക്ഷം രൂപയ്ക്ക് ഒരു റെനോഡ 7 സീറ്റർ വണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനി തരുമോ? മച്ചാന്റെ ആ 5000 ഓഫറും കിട്ടി. ഞാനാണ് അന്ന് കോഡ് ക്രിയേറ്റ് ചെയ്തത്. ഇതിലൊരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും നെഗറ്റീവ് പറയാം? നമ്മൾ നല്ലതും പറയണം ചീത്തയും പറയണം. എന്തിന് ഞാൻ ഒരു കാര്യം ചേച്ചിനടുത്ത് ചോദിച്ചത്, ഞാനിപ്പോ ഒരു 3 വണ്ടി എടുത്തു, 3 ഡ്രൈവറിനെ വെച്ചു, ടാക്സി ആയിട്ട് ഓടിപ്പിക്കുകയാണെന്ന് വെക്കുക, എനിക്ക് ലാഭമല്ലേ? 30 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ബിസിനസ് തുടങ്ങിക്കൂടെ? പിന്നെ 30 പോലും വേണ്ട. മാനുവൽ ആണെങ്കിൽ 7,20,000 രൂപ വണ്ടിക്കാണെന്ന് വെക്കുക, 21 ലക്ഷത്തിന് നമുക്ക് വണ്ടി കിട്ടും. 3 വണ്ടി കിട്ടും. 3 വണ്ടി കിട്ടും. അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി, 7 വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി കൊടുക്കുന്ന ഒരു കമ്പനി വേറെ ഏതാ ഉള്ള? വേറെ ഒന്നുമില്ല, ഒരു വണ്ടികളും ഇല്ല. ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് ഒരു കാർ വാങ്ങാൻ പറ്റിയ ഒരു സുവർണാവസരമാണ് വന്നിരിക്കുന്നത്. അതായത് 2024 വാഹനങ്ങൾക്കെല്ലാം വില കുറഞ്ഞിട്ടുണ്ട്. ഒരു ബിഗ്ഗസ്റ്റ് ഓഫറും നമ്മുടെ റെനോ ടീം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രൈബർ കൈകർ കിട്ടി ഏതൊരു വേരിയന്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട, ഒരു ഷോറൂമിലും പോകുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഡിസ്ട്രിക്ട് ഞങ്ങൾക്കൊന്ന് വാട്സാപ്പ് ചെയ്യുക. ഏത് കാറാണ് നിങ്ങൾ ഇപ്പോൾ കിഡാണ് നോക്കുന്നതെങ്കിൽ കിഡ്, ട്രൈബർ ആണെങ്കിൽ ട്രൈബർ, കൈഗർ ആണെങ്കിൽ കൈഗർ, ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളൊരു ഓറഞ്ച് കോഡ്, ഒരു ഓറഞ്ചിൽ ഒരു VLE കോഡ് ക്രിയേറ്റ് ചെയ്ത് തരും. ആ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അടിപൊളി ഓഫറിൽ വണ്ടി വാങ്ങാനുള്ള സുവർണാവസരമാണ്. 7 ലക്ഷം രൂപയ്ക്ക് ഇത്രയും കുറഞ്ഞ വണ്ടി, വില കുറയുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറയത്തില്ലേ? ക്വാളിറ്റി കുറയോ? ഇല്ല. വണ്ടി മതിൽ പൊളിഞ്ഞു വീണിട്ട് പോലും ഈ വണ്ടിക്കൊന്നും പറ്റാത്ത പല വീഡിയോകളും വൈറലായിട്ടുണ്ട്, ഞങ്ങൾ തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, JS-നെ പോലുള്ള 7 പേര് കയറി ഈ വണ്ടി വലിക്കത്തില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് മീറ്റിംഗിൽ പോകുന്നതെല്ലാം ഈ 7 വണ്ടി, 9 പേര് കയറിയാലും നിങ്ങൾ ആരോടെ ഞങ്ങളെ വെല്ല് വിളിച്ചോ, ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ വരുന്ന 9 പേരെയും കൊണ്ട് ഈ വണ്ടി ഞങ്ങൾ കയറ്റം കയറി കാണിച്ചാണ്. പിന്നെ ഇല്ലേ? അത് മാത്രമല്ല, ഈ വില കുറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? വില കുറഞ്ഞെന്ന് കേൾക്കുമ്പോൾ മറ്റുള്ളവർ എന്തിനാ ഇതിനെ കുറ്റം പറഞ്ഞ് ഇതിനെ എങ്ങനെയെങ്കിലും ഇതാക്കാൻ വെക്കും. പക്ഷെ അങ്ങനെയല്ല, സാധാരണക്കാരന്റെ മനസ്സറിഞ്ഞ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് റെനോ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എന്തോരം സ്പേസ് ഉണ്ടോ നോക്കി. 2 സീറ്റ് നമുക്കിപ്പോൾ 5 സീറ്റ് ആണെങ്കിൽ 5 സീറ്റായിട്ട് ഉപയോഗിക്കാം, 7 സീറ്റ് ആണെങ്കിൽ 7 സീറ്റായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഈ വണ്ടിക്കകത്ത് വരുന്നുണ്ട്, അത്രത്തോളം സ്പേസ്. പിന്നെ ആ 2 സീറ്റ് കൂടെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ വീണ്ടും സ്പേസ് ആയി. അങ്ങനെ ട്രൈബർ ഒരു 7 സീറ്റർ ഇനി ടാക്സി ഓടാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വെഹിക്കിൾ ആണ് നമ്മുടെ ട്രൈബർ. ഇതിന്റെ ഓഫർ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 83,000 രൂപ ഓഫർ ഉണ്ട്. 83,000 രൂപ 2024 വണ്ടിക്ക്. അപ്പൊ മച്ചാന്റെ 5,000 രൂപ കൂടെ കയറുമ്പോൾ 83,500 88,000 രൂപ. ഈ ഒരു 7 സീറ്റർ ട്രൈബറിന്റെ ബേസ് വേരിയന്റ് ഓൺ റോഡ് പ്രൈസ് എത്ര? 7,30,000 രൂപ. 7,30,000 രൂപ. അതിൽ 5,000 രൂപ എൻ്റെ ഓഫർ ഉണ്ട്. ബേസ് വേരിയന്റിൽ കമ്പനി ഓഫർ കൊടുക്കാത്തതാണ്. പക്ഷേ VLE വഴി നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഡിസ്ട്രിക്ട്, കാറിൻ്റെ പേര് ഇത്ര അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി എത്തും. നിങ്ങൾക്ക് ഓഫറിൽ വണ്ടി ചെയ്തിട്ടും. ഇനി ഇതിൻ്റെ അടുത്തൊരു വേരിയന്റിലേക്ക് വരാണെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? നമുക്കതൊരു 8 ലക്ഷം രൂപ വരും. 8 ലക്ഷം രൂപ വരും. ഈ 8 ലക്ഷം രൂപയിൽ നമുക്ക് എത്ര രൂപ ഓഫർ വരും? നമുക്ക് 83,000 രൂപ ഓഫർ. 83,000 രൂപ. അപ്പം അടുത്ത വേരിയന്റ് എടുക്കുന്നതല്ലേ നല്ലത്? ഇതിന്റെ ബേസിലേക്ക് പോകണം, കുറച്ച് പൈസ കൂടെ കൂടുതൽ. വെരി ഗുഡ്. 10,50,000 രൂപയ്ക്ക് ഇതിൻ്റെ ഒരു ടോപ്പ് വേരിയന്റ് ഓട്ടോമാറ്റിക് ട്രൈബർ 7 സീറ്റർ എടുക്കാൻ പറ്റും. അന്തസ്സായിട്ട് നിങ്ങൾ പ്രവാസിയാണെങ്കിലും നിങ്ങൾക്ക് വീട് ഇവിടെ വന്ന് ടാക്സി ഓടണമെന്നുണ്ടെങ്കിൽ ടാക്സി പെർമിറ്റ് ഉൾപ്പെടെ റെനോ കമ്പനി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുമ്പോൾ ഒരു ടാക്സി നോക്കുന്നുണ്ടെങ്കിൽ 7 സീറ്റർ ആയിട്ടുള്ള ഒരു ടാക്സി നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു സർവീസ് തുടങ്ങിയ മച്ചാൻ ടാക്സി സർവീസ്, പിന്നെ അടിപൊളി. അപ്പം സാധാരണക്കാരനായ ഒരു ഗൾഫുകാരന് നാട്ടിൽ വന്നാൽ എന്തുകൊണ്ട് ഒരു ടാക്സി സർവീസ് തുടങ്ങിക്കൂടാ? പ്രവാസി ടാക്സി സർവീസ്. 3 കാറുകൾ മേടിക്കുക, പിന്നെ അത് 3, 6 ആവും, 8 ആവും. അപ്പൊ എന്തുകൊണ്ട് 21 ലക്ഷം രൂപ അത് നിങ്ങൾക്ക് ലോണിൽ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. കുറഞ്ഞത് ഒരു 3-4 ലക്ഷം രൂപയുണ്ടെങ്കിൽ 3 കാർ മേടിച്ച് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്തുകൊണ്ടും നമുക്കിത് 7,20,000 രൂപ ഇപ്പം തന്നെ. അപ്പൊ ബേസ് വേരിയന്റിൽ 88,000 ഓഫർ കൊടുക്കും? എന്റെ ഓഫർ മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ട്രൈബർ എടുക്കാൻ പറ്റുന്ന ഒരു കിട്ടിന സുവർണാവസരമാണ്. ജയേഷിന്റെ നമ്പർ ഞാൻ തരാം, ജയേഷിനെ വിളിച്ചാൽ മതി. ജയേഷ് അപ്പൊ തന്നെ എന്റെ മച്ചാന്റെ കോഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ കേരളത്തിലെ ഏത് ഡിസ്ട്രിക്റ്റും ആയിക്കോ, എവിടെ ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ട്രിവാൻഡ്രം ഷോറൂമിലാണ് പോകുന്നത്, അല്ലെങ്കിൽ തൃശ്ശൂർ ഷോറൂമിലാണ്, എറണാകുളം ഷോറൂമിലാണ് എങ്കിൽ കൂടി നിങ്ങൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മെസ്സേജ് ഒരു കോൾ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്യും. ആ ഷോറൂമിൽ നിങ്ങളെ ഡയറക്റ്റ് കോൺടാക്ട്. സോ നോ ടെൻഷൻ. അപ്പം 7 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം എന്ന് പറയുന്ന സ്വപ്നം നിങ്ങളുടെ പോകണിയിട്ട് ഒരു ബിസിനസ് കൺസെപ്റ്റ് നോക്കുന്നവർക്കും ഈ വണ്ടി അടിപൊളിയാണ്. ഇനി 2025 വണ്ടി നിങ്ങൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ 2025 ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ചിലൊക്കെ നമുക്ക് വണ്ടി കിട്ടും. 2024 വണ്ടി ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി എനിക്ക് ഓൺ റോഡ് എത്ര രൂപയ്ക്ക് തരാൻ പറ്റും? ഇതിനൊരു ബേസ് മോഡൽ 592 ഓൺ റോഡ് പ്രൈസ് തരാൻ പറ്റും. അതുകൂടാതെ തന്നെ 78,000 രൂപയോളം നമുക്ക്
ഓഫറും വരുന്നുണ്ട് 2024 വണ്ടി. 24 വണ്ടി എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. കാരണം 24 മാനുഫാക്ചർ ഇയറിൽ ഇറങ്ങിയ വണ്ടി 2025 രജിസ്ട്രേഷനിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ 2025 ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. 5,92,200 രൂപയ്ക്ക് ഒരു സാധാരണക്കാരന്റെ സ്വപ്നം പൂവണിയും. അത് മാത്രമല്ല അതിൽ 78,000 ഓഫർ വരും. എന്തൊക്കെ ഓഫറുകളാണെന്ന് പറയാം. സ്പ്ലിറ്റപ്പ് പറഞ്ഞുതരാം. 25,000 നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നുണ്ട്. 25,000 രൂപ ഒറ്റയടിക്ക് കുറയും. അത് എല്ലാവർക്കും കിട്ടി. 25,000 രൂപ കുറയും. 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. 15,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. 10,000 രൂപ ലോയൽറ്റി നമ്മുടെ തന്നെ 10,000 രൂപ ലോയൽറ്റി. അതായത് നിങ്ങൾ റെനോയുടെ കസ്റ്റമേഴ്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ റെനോ കാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോയൽറ്റി കിട്ടും. അതിൽ 10,000 വീണ്ടും നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. ഓക്കെ, എഗെയിൻ നമുക്കൊരു 10,000 രൂപ സാപ്പിയർ കീ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. എഗെയിൻ 10,000 രൂപ സാപ്പിയർ കീ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് 18,000 രൂപ വരെ വരുന്ന കോർപ്പറേറ്റ് ഓഫറും വരുന്നുണ്ട്. കോർപ്പറേറ്റ് ഓഫർ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ 78,000 രൂപ വരെ വില കുറച്ച് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കി. ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, ഡിസ്ട്രിക്ട് ഒന്ന് അയക്കുകയാണെങ്കിൽ 5,000 രൂപ വീണ്ടും നിങ്ങൾക്ക് ഓഫർ ഇടും. അതായത് ഞാനൊരു VLE ആണ്, വില്ലേജ് ലെവൽ എന്റർപ്രണർ. സോ VLE ഓഫർ ആയിട്ടുള്ള 5,000 നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. മിഡ് വേരിയന്റിലേക്ക് വരുമ്പോൾ 6,67,000 രൂപയും, ഇനി ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിലേക്ക് വരുമ്പോൾ 7,10,000 രൂപയാണ് വണ്ടിയുടെ വില വരുന്നത്. ഇനിയിപ്പോൾ 2025 വരുമ്പോൾ മാർച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല പ്രൈസിങ് വാഹനങ്ങളിലും മാറ്റം കുതിച്ചു പൊങ്ങും എന്നുള്ളതാണ്. വില മാറും. അപ്പം വണ്ടി എടുക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴാണ് നല്ല സ്പോട്ട്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ജനുവരി ഫെബ്രുവരിയിൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇയർ ബേസ് നമുക്ക് കുറച്ച് ഓടാൻ കൂടുതൽ കിട്ടും. അടുത്ത ഓട്ടം കൊടുക്കുമ്പോഴും നമ്മുടെ വണ്ടി 2025 തന്നെ ആയിരിക്കും. അതൊക്കെ ഭയങ്കര ബെനിഫിറ്റ്സ് ആണ്. അപ്പം ഈ 6,67 അതുപോലെ ജേഷൻ നമ്മൾ 7,10 നമുക്ക് ഈ 83,000 രൂപയുടെ ഓഫർ ഉണ്ട്. 78,000 മച്ചാൻ ഓഫർ അല്ലാതെ പോയി എടുത്തു കഴിഞ്ഞാൽ ഈ 5,000 ഓഫർ കിട്ടത്തില്ല. നമ്മുടെ VLE കോഡ് ക്രിയേറ്റ് ചെയ്ത് ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ജേഷൻ നമ്മൾ വീട്ടിന്റെ ഫ്രണ്ടിൽ എത്തിച്ചു കൊടുക്കത്തില്ല. ഏത് സ്ഥലം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ കൺവീനിയന്റ് ടൈമും കൺവീനിയന്റ് അനുസരിച്ച് വീട്. അത് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ വീടിന് തൊട്ട് മുമ്പിൽ വണ്ടിയെത്ത് നിങ്ങൾ ഷോറൂമിൽ വരേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ ഇത് വാഹനം നോക്കണമെങ്കിൽ ഇത് ഏത് വേരിയന്റ്? ഇപ്പൊ നമ്മൾ കാണുന്ന ടോപ്പ് എൻഡ് ആണോ? അല്ലല്ല, മിഡിൽ വേരിയന്റ് ആണ്. RXC എന്ന് പറയുന്ന വേരിയന്റ് ആണ്. RXC ഓട്ടോമാറ്റിക് ആണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കേ, അടിപൊളി. ആ ഒരു ക്ലസ്റ്ററൊക്കെ നന്നായിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ക്ലസ്റ്ററാണ്. ഒരു ഡിജിറ്റൽ കൺസെപ്റ്റിൽ വരുന്ന ഒരു ക്ലസ്റ്റർ. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. സേഫ്റ്റി അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് എത്ര എയർ ബാഗ് വരുന്നുണ്ട്? ആക്ച്വലി നമുക്ക് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോട്ടോകോൾ അസിസ്റ്റ് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ്, എവറിത്തിങ് വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പം എന്തായാലും ഇതിനിപ്പോൾ നമുക്ക് എത്ര മൈലേജ് കിട്ടും? ആക്ച്വലി നമുക്ക് കമ്പനി ARI സർട്ടിഫിക്കറ്റ് പ്രകാരം 22 മൈലേജ് നമുക്ക് ഇപ്പോൾ കമ്പനി പറയുന്നത്. മൈലേജ് വരുന്നത്. അതുപോലെ റീസെയിൽ വാല്യൂ നോക്കുകയാണെങ്കിൽ കിഡ് ഓട്ടോമാറ്റിക്കിന് ഇപ്പോഴും ഡിമാൻഡ് അല്ലേ? ഉണ്ട്. ഡിമാൻഡുള്ള വണ്ടിയാണ്. അപ്പം ഈ ഒരു വാഹനം നിങ്ങൾ നോക്കുക, നല്ല എന്താ പറഞ്ഞാൽ ഒരു കൊച്ചു ഫാമിലിക്ക് എന്തുകൊണ്ട് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നല്ല എന്താ പറയുക, നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ബാക്കിനാണെങ്കിൽ ഇരിക്കാനാണെങ്കിലും സിറ്റിംഗ് കംഫർട്ട് എന്തുകൊണ്ട് ഒരു ലോങ് യാത്രയ്ക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. കിഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. ഓട്ടോമാറ്റിക്കലി ഇതിൽ നമുക്ക് എല്ലാ കളേഴ്സും കൊടുക്കാൻ പറ്റും. വൈറ്റ്, സിൽവർ, ഇത് ബ്രൗൺസ് ആണ്, സൺസ്കാർ ബ്ലൂ ഉണ്ട്, മെറ്റൽ മസ്റ്റാർഡ്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ കളറും നമുക്ക് ഉണ്ട്. എല്ലാ കളേഴ്സും ഉണ്ട്. അടിപൊളി. ഒരു സീറ്റിന് 1 ലക്ഷം വെച്ച് തരും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 7 സീറ്റ് വാഹനം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ട്? എന്തൊരു സുഖമാണ്. വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. സാർ എന്താ ഇവിടെ വന്നു? വണ്ടി എടുത്ത് എന്നിട്ട് എങ്ങനെയുണ്ട്? 1.5 കൊല്ലമായി. എങ്ങനെ റെസ്പോൺസ്? എങ്ങനെ? നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആത്മാർത്ഥമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഏത് വാഹനമാണ് സാർ എടുത്ത? കിഡാണ് എടുത്തത്. ഓക്കെ, 100% സാറ്റിസ്ഫൈഡ്. സർവീസിന് വന്നെയാണ്. ഓക്കെ, രണ്ടാമത്തെ സർവീസായിട്ട് എങ്ങനെയുണ്ട്? ഇവരെ കുറിച്ച് 10 കുറ്റം പറയൂ. ഒരു കുറ്റം എനിക്കിപ്പോ പറയാനില്ല. എന്നിട്ട് എൻ്റെ ഓഫർ 5,000 ചെയ്തു തന്നായിരുന്നു. ഓക്കെ, അപ്പൊ ഹാപ്പി ആണോ? എന്നവർക്ക് ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ. അടിപൊളി. ഞാൻ പറഞ്ഞെല്ലാം ജെനുവൽ ആയിട്ട് തോന്നിയോ? ബൈജു ജോൺ. എവിടെ സ്ഥലം? കൊടുമണ്ണം. ഓക്കെ, അപ്പൊ ടോട്ടലി ഹാപ്പിയാണ്. എന്തായാലും കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. എന്റെ വീഡിയോ കണ്ടിട്ട് വണ്ടി എടുത്ത് 1.5 വർഷം യൂസ് ചെയ്ത കസ്റ്റമറാണ്. വണ്ടിയിലൊന്നും നമുക്കൊന്ന് പോയാലോ? നമുക്കൊന്ന് വണ്ടി കണ്ടിട്ട് വരാം. സമയത്ത് കുറെ പേര് എന്നോട് പറഞ്ഞു ഈ വണ്ടി എടുക്കണ്ട, ഇത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ചെലവാണ്. ഇതുവരെയും 1.5 വർഷമായിട്ട് ഇദ്ദേഹം റെനോയുടെ കിഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നമ്മളൊരു വാഹനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കേണ്ടത്, ഈ വാഹനം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള കസ്റ്റമേഴ്സിനെ വഴിയിൽ വെച്ചോ എവിടെയെങ്കിലും അല്ലെങ്കിൽ അയലത്തുകാരോ ആരോ ആയിക്കോട്ടെ, നമ്മളിന്ന് സംസാരിക്കുക അവരുടെ അടുത്ത് എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസ്, ഈ വണ്ടി എടുത്തിട്ട് കൊള്ളാവോ. അതാണ് ഇദ്ദേഹം ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട്. അപ്പം ബൈ ചാൻസ് നമ്മുടെ ഞാൻ ചോദിച്ചു
അച്ഛനോട് ഞാൻ ചോദിച്ചു ഇതിന് റീറ്റെയിൽ വാല്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പ്രിയോൺ കാസിൽ റീസെയിൽ വാല്യൂ ഉള്ളൊരു വാഹനമാണ് കിഡ്. ഞാൻ ചെയ്തതാ, സ്വന്തം സീറ്റ് ചെയ്തു. എന്റെ കൂട്ടുകാരൻ അവിടെ ഇരിക്കുന്നത്, പുള്ളിക്ക് അപ്പോൾസറി ഷോപ്പ് ഉണ്ട്. ഓക്കെ, സീറ്റ് എല്ലാം ചെയ്തു, സീറ്റ് കവർ, ബാക്ക് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പൊ എടുത്തിരുന്ന ഓട്ടോമാറ്റിക്കും ആണ്. ഓട്ടോമാറ്റിക്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് അന്ന് എത്ര രൂപയായി സാറിന്? അന്ന് ഞാൻ ടോട്ടൽ ഓൺ റോഡ് സീറ്റ് ആണെങ്കിൽ എത്ര രൂപയായിരുന്നു ഓൺ റോഡ് പ്രൈസ്? 6 സംതിങ്, 6 ലക്ഷത്തി സംതിങ് ആയത്. മച്ചാന്റെ ആ 5000 ഓഫറും കിട്ടി. ഞാനാണ് അന്ന് കോഡ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, എന്തായാലും നമ്മള് ഒരു കാരണക്കാരനായി നമുക്കൊരു ഓഫറൊക്കെ ചെയ്ത് കൊടുത്ത് ഇദ്ദേഹത്തിന് വണ്ടി കൊടുക്കാൻ പറ്റി. ഇതുവരെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. നല്ല പുള്ളിങ് ആണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എന്തെങ്കിലും ലാഗ് കാര്യങ്ങളില്ല. ഞാൻ ഓട്ടോമാറ്റിക്കലാ ഓടിച്ചോണ്ടിരിക്കുന്ന വേറില്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതൊരു കംഫർട്ട് ആണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് കംഫർട്ട് ആയിട്ട് തോന്നാത്തത്. ഓക്കെ, ഇത് അതായത് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ്. ഞാൻ ഇത് ഹാൻഡിൽ ടൈപ്പ് ആണ് പലരും ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യുന്നത്. അതായത് പാർക്കിംഗ്, അതുപോലെ ഡ്രൈവ് മൂടെല്ലാം നമുക്ക് ഇങ്ങനെ വരുന്ന. ഇതൊന്നും മാറിയത് നെഗറ്റീവ് ആയിട്ട് തോന്നുന്നു. ഇതിങ്ങനെ റിവേഴ്സിൽ ഇങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. അതൊരു എനിക്കും ഒന്നും ഒരു ഇത് ഫീൽ ചെയ്യുന്നില്ല അല്ലേ? ഹാൻഡിൽ ആയിരുന്നുണ്ടെങ്കിൽ അതിന് അപ്ഡേറ്റ് ചെയ്യണം. കാരണം ഇത് നെഗറ്റീവ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് നെഗറ്റീവ് ആണ്. ഇതിലൊരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും നെഗറ്റീവ് പറയാം? നമ്മൾ നല്ലതും പറയണം, ചീത്തയും പറയണം. അപ്പൊ വേറെ നെഗറ്റീവ്സ് ഒന്നുമില്ല. എന്തായാലും വണ്ടി അടിപൊളിയാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോ കൊടുത്താലും കാശ് കിട്ടും. അടിപൊളി. എന്തായാലും താങ്കളെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ ഇതാണ് കസ്റ്റമറിനോട് നിങ്ങൾ ചോദിക്കുക. വാങ്ങിക്കാണേലും എല്ലാം നല്ലതായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ബാക്ക് സൈഡ് ആണെങ്കിലും എല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ട്, ബാക്ക് സൈഡ് ആണെങ്കിലും എല്ലാ സെറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. സെറ്റും കാര്യങ്ങളും 2 സ്പീക്കർ ഇവിടെ കൊടുത്തു. ഓക്കെ, എല്ലാം ചെയ്തിട്ടുണ്ട്. സബും. അതാണ് നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ ഒരു വണ്ടി എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്താലും ചെറിയൊരു വണ്ടി അതാണ് ആഗ്രഹിച്ചത്. അതെ അതെ അതെ. എന്തായാലും ഇനി ഇതിൽ നിന്ന് ഒരുപാട് വലിയ വണ്ടികളിലേക്ക് വരാൻ സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് പുതിയ വാഹനങ്ങളൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു. നമുക്കെന്ന് പറയുന്നത് 1000 cc ആണ് വരുന്നത്. 72 PS പവറും 96 Nm ഭയങ്കര നെഗറ്റീവ്. ഇത്രയും വരെ 7 സീറ്റ് കൊടുത്തിട്ട് 1000 cc ഉള്ളെന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ഉള്ള ഒരു കാര്യം. അതിനെ കുറിച്ച് എന്താ പറയാ? നെഗറ്റീവ് ഫീഡ്ബാക്ക് വരാൻ പറഞ്ഞാൽ മതി. നിങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേര് നിങ്ങൾ പറയുന്ന ഹില്ലി ഏരിയസിലാണെങ്കിലും ഏത് ടെറൈനാണെങ്കിലും നമ്മൾ ഓടിച്ച് കാണിച്ചു തരാം. നിങ്ങളും കൂടി ഡ്രൈവ് ചെയ്ത് നോക്കിക്കോ. ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എനർജി എഞ്ചിനാണ്. ഡ്യുവൽ VVT എഞ്ചിൻ, വേരിയബിൾ വാൾവ് ടൈമിംഗ് എന്ന് പറയുന്നത് ടെക്നോളജി കൂടി. വേരിയബിൾ വാൾവ് ടൈമിംഗ് ആണ് വരുന്നത്. ഡ്യുവൽ VVT എഞ്ചിനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ 1000 cc എഞ്ചിനകത്തും ഏറ്റവും നല്ല രീതിയിലാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. അതെ. ഓക്കെ, സർവീസ് സൈഡ് എക്സ്പെൻസീവ് ആണോ? അല്ല, സർവീസ് സൈഡ് എന്ന് പറയുന്നത് നമുക്കൊരു 4500 മുതൽ 5500 ഇടയ്ക്ക് നമുക്ക് സർവീസ് കിട്ടും. സർവീസ് കിട്ടും. അത് നമുക്ക് ഫസ്റ്റ് 3 വർഷത്തെ AMC പാക്കേജ് എടുക്കാം. ഒരു 12500 രൂപ വരത്തേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കൺസ്യൂമബിൾസ് എല്ലാം അതിനകത്ത് കവറാണ്. എല്ലാം കവറാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് നമുക്ക് വിശ്വസിക്കും? ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ജേഷൻ? ഇത് കൂടാതെ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടു. നമുക്ക് പുതിയ വണ്ടിക്ക് 7 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ഓഫ് നമ്പേഴ്സ് നമുക്ക് വാറണ്ടി ആയിട്ട് റെനോ തരുന്നുണ്ട്. എല്ലാ വണ്ടിക്കും ഉണ്ടോ? ടൈഗർ, കിഡ്, ട്രൈബറിന് ഇനി 7 വർഷം വാറണ്ടി. അത് ഞെട്ടിക്കുമല്ലോ, അത് കൊള്ളാലോ. 7 വർഷം ഈ വാഹനത്തിന് വാറണ്ടി നൽകുന്നുണ്ട്. അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ ഇല്ല, അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി. 7 വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി കൊടുക്കുന്ന ഒരു കമ്പനി വേറെ ഏതാ ഉള്ള? വേറെ ഒന്നുമില്ല, ഒരു വണ്ടികളും ഇല്ല. അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് എന്നെ ഞെട്ടിച്ച്. ഇത് പൊളിക്കും കേട്ടോ. അടുത്ത നമുക്ക് അപ്പൊ ഈ വണ്ടികളെ കുറിച്ചുള്ള ഓഫർ നമ്മൾ പറഞ്ഞു. 88,000 രൂപ ഓഫർ ഉണ്ട്. അതിൽ ക്യാഷ് ബാക്ക് ഓഫർ എത്ര വരുന്നുണ്ട്? ക്യാഷ് ബാക്ക് ഓഫർ നമുക്ക് 30,000 രൂപയാണ് ക്യാഷ് ബാക്ക്. 30,000 രൂപ വില കുറഞ്ഞേക്കും. അതെ, പിന്നെ 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസ്, 10,000 രൂപ ലോയൽറ്റി, 10,000 രൂപ സ്വാപ്പേർക്ക്, പിന്നെ 18,000 രൂപ. ഇനി വേറൊരു കാര്യം ഞാൻ ചോദിച്ചിട്ട്, 2025 ഈ സെയിം ഓഫർ ഉണ്ടോ? ഇതുവരെ എത്തിയിട്ടില്ല. 2025 വണ്ടി നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 88,000 രൂപ ഓഫർ കിട്ടത്തില്ല. ഞാനത് ഇപ്പോഴേ എടുത്ത് പറയണം. അടുത്ത് നമ്മൾ വരുന്ന നമ്മുടെ സുന്ദരക്കുട്ടപ്പനായ ജേഷ കൈഗർ അല്ലേ, കൈഗറിലേക്ക് വരാണെങ്കിൽ വൺ ഓഫ് ദ അടിപൊളി, കുറെ പേര് എടുത്തിട്ട് നല്ല ഫീഡ്ബാക്ക് എന്നുള്ളൊരു വണ്ടിയാണ്. 4 എയർ ബാഗ് ആണ് വരുന്നത്. 4 എയർ ബാഗ് ആണ് വരുന്നത്. 4 എയർ ബാഗ് ആണ്. ഈ കാണുന്ന വാഹനവും ഓട്ടോമാറ്റിക് ആണ്. കൈഗറിന്റെ CVT ആണോ അത്? അല്ല, AMT ആണ്. AMT എന്ന് പറയുന്ന ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷനും CVT എന്ന് പറയുന്ന കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷനുമാണ്. ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത് CVT എടുക്കാനേ പറയും. കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ എഞ്ചിൻ വോയിസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിനകത്ത് ലാഗോ, നമ്മുടെ റണ്ണിങ് നല്ല കംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷൻ വരുമ്പോൾ അതിനകത്ത് ഒരു ഫ്യൂ സെക്കൻഡ്സ് ലാഗ് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വരും. അതുകൊണ്ട് ഓട്ടോമാറ്റഡിനേക്കാളും നല്ലത് CVT ആണ് അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി ഇത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ബേസ് വേരിയന്റ് നമുക്ക് എത്ര രൂപയ്ക്ക് ഈ വാഹനം ഇറക്കാൻ പറ്റും? നമുക്ക് 7,32,000 രൂപയാണ് ബേസ് വേരിയന്റ് ഓൺ റോഡ് പ്രൈസ്. 7,32,000 രൂപ ഉണ്ടെങ്കിൽ ഒരു വൺ ഓഫ് ദ അടിപൊളി കോമ്പാക്ട് SUV നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ കോമ്പാക്ട് SUV നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ടൈഗർ നോക്കാം. ഒരു മൾട്ടി പർപ്പസ് വെഹിക്കിൾ MPV നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈബർ നോക്കാം. അതുപോലെ ഒരു ഫാമിലി കാർ ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് സെഗ്മെന്റ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ആ സുന്ദരക്കുട്ടപ്പനായ കിഡ് നോക്കാം.
ഓക്കെ, അപ്പം ഇതും ഭയങ്കര ലെഗ് സ്പേസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നെന്നുള്ളതാണ്. ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഒരു പ്രീമിയം ടച്ചിലാണ് ഫുൾ ഫിനിഷിങ്ങും. ഒരു ഇൻറ്റീരിയർ ആണെങ്കിലും ഔട്ടർ ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു പ്രീമിയം കൺസെപ്റ്റ് ടച്ച് നൽകിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് 7,32,000 ഓൺ റോഡ് പ്രൈസ്. അടുത്തത് 8,19,000. 8,19,000. അടുത്തത് 9,10,000. അങ്ങനെ 12 ലക്ഷം 13 ലക്ഷം രൂപ വരെ വരും. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. അത് മാത്രമല്ല, ഇനി ഇതിൽ നമുക്കിപ്പോൾ എത്ര രൂപ ഓഫർ കൊടുക്കാൻ പറ്റും? നമുക്ക് 93,000 രൂപ ഓഫർ ഉണ്ട്. 93,000 രൂപയുടെ ഓഫർ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അത് കൂടാതെ മച്ചാൻ്റെ ഓഫർ 5,000. 98 കുറയ്ക്കാൻ പറ്റും. 2024 വാഹനം നിങ്ങൾ നോക്കുന്നുണ്ട്. 2024 മാനുഫാക്ചറിങ്, 2025 രജിസ്ട്രേഷൻ നിങ്ങൾ 1 ലക്ഷം രൂപ ഉറച്ചിട്ട് നിങ്ങൾക്ക് കൈകാര്യം എടുക്കാൻ പറ്റുന്ന ഒരു സുവർണാവസരം വന്നിട്ടുണ്ട്. ഇനി 2025 വണ്ടി ബുക്ക് ചെയ്യുന്നവരാണെങ്കിൽ മാർച്ചിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ കൈകട നോക്കുന്നുണ്ടെങ്കിൽ 98,000 രൂപയുടെ ക്യാഷ് ഓഫർ, അതിൽ 5,000 രൂപ VLE ഓഫറാണ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ഓഫർ നിങ്ങൾ വേറെ ഏത് ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ഓഫർ കോഡ് VLE ബേസ്ഡ് ഓഫർ കോഡ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓഫറുകൾ കിട്ടൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഷോറൂമിൽ നിങ്ങൾ കോൾ ചെയ്യുന്നതിനും അല്ലെ എൻക്വയറി ഇടുന്നതിനും മുമ്പായിട്ട് അവരുടെ DMSൽ പഞ്ചായി കഴിഞ്ഞാൽ അത് അവരുടെ സെയിലാണ്, അവരുടെ ഇഷ്ടത്തിനായിരിക്കും. അതുകൊണ്ട് നമ്മൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടാണ്. അപ്പോൾ VLE കോഡ് ക്രിയേറ്റ് ചെയ്ത് ഓഫർ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ജയേഷ് ആണെങ്കിൽ എല്ലാ സപ്പോർട്ടും നമ്മുടെ വ്യൂസിന് വേണ്ടി ചെയ്തു തരും. ഓക്കെ, അപ്പം ജയേഷ് അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ കിഡ് കൈകർ എല്ലാത്തിനും ഓഫർ പരിചയപ്പെടുത്തി. ഇനി ബാക്കി A to Z ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജയേഷിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഞങ്ങളുടെ മച്ചാങ്ങളുടെ VLE നമ്പറും ജയേഷിൻ്റെ നമ്പറും ഞാൻ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്പോട്ട് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കല്ലുംതാഴത്താണ് നമ്മുടെ റെനോ കാസിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ഷോറൂം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊല്ലത്ത് വിസിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യയിൽ എവിടെയുള്ളവരോ ആയിക്കോട്ടെ, ജസ്റ്റ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ വീടിന് തൊട്ട് മുമ്പിൽ വണ്ടി എത്തും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ ജയേഷ്? ഇനിയൊന്നുമില്ല, എല്ലാ ഡൗട്ട്സും എൻ്റെ സപ്പോർട്ടിന് വേണ്ട 100% സപ്പോർട്ടും കൊടുക്കണം. 100-ൽ 110 തരും ജയേഷ്. അപ്പോൾ പുതുത്ത വിശേഷങ്ങളും പുത്തൻ വീഡിയോ കാണുന്ന ക്യാമറമാൻ ആസിഫിനോടൊപ്പം ഇസ്മി മച്ചാൻ വിത്ത് ജയേഷ് സൈനിങ് ഓഫ് ഫ്രം റെനോ. ബൈ.